അസ്സലാമു അലൈക്കും ലേനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. ഇത് കുഴക്കെ പരത്തി ഒന്നും വേണ്ട, അതേപോലെ കുറേ നേരം ബോളാക്കി വെക്കുക ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി. നൂൽ പൊറോട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതിൻ്റെ കൂടെ ഞാനൊരു കറിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം ചിക്കന് എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ള പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ചെറിയതായിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ഞാനിത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തത്. ഇപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം, കാശ്മീരി പൊടിയാണെങ്കിൽ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനും ഉപ്പും മുളകൊക്കെ നന്നായി എല്ലായിടത്തും പിടിക്കണ വിധത്തിൽ നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരോ ചേർത്ത് കൊടുക്കാം. ഞാൻ വിനാഗിരോ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണത്. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി ഇത് പൊറോട്ടയ്ക്കുള്ള പാല് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിൻ്റെ ജാറിലേക്ക് 1 കോഴിമുട്ടയും ചേർത്ത് കൊടുക്കാം. ഇതിന് പാലില്ലെങ്കിൽ കുഴപ്പമില്ല, കോഴിമുട്ടയും തന്നെ ഒരു പകുതി മതി. 1 കപ്പിക്ക് ഇത് 1 കപ്പിക്ക് ഞാൻ 1 മുട്ട എടുത്തിട്ടുണ്ട്, അതൊരു നിർബന്ധമില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. നെയ്യില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്താലോ വെളിച്ചെണ്ണ ചേർത്താലോ ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ ആ എടുത്ത കപ്പിന് തന്നെ ഞാൻ മൈദമാവും ചേർത്ത് നന്നായി അടിച്ചെടുത്തു. 3 മിനിറ്റ് നന്നായി അടിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇത് ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റിയാണിത് അടിച്ചെടുത്തത്. ഇത് പൈപ്പിംഗ് കവറിലേക്ക് മാറ്റിയാലും മതി, ബോട്ടിലിൽ വേണമെന്ന് ഒരു നിർബന്ധമല്ല. നമ്മൾ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പാലിൻ്റെ കവറോ അങ്ങനത്തെ ഇതൊക്കെ എടുത്തുകാണ്ട് അതിൻ്റെ ഒരു സൈഡ് ചെത്തി കൊടുത്താൽ മതി. ഇത് മാറ്റി വെക്കുകയാണ് ഞാൻ ചെയ്യണത്. ഇനി ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് മെൽറ്റാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കന് നേരത്തെ മാരിനേറ്റ് ചെയ്തല്ലോ, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, അത് അടിച്ചെടുക്കുന്ന സമയം മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അരമണിക്കൂർ ചുരുങ്ങിയത് വെക്കുകയൊക്കെ വേണം, എന്നാലുള്ളൂ നന്നായി പിടിച്ച് കിട്ടുക. ഇതിപ്പോൾ ചെറിയ തീയിൽ വേണം പൊരിച്ചെടുക്കാൻ. എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. വെളിച്ചെണ്ണ ഓയിലുകളൊന്നുമല്ല, ബട്ടറാണ്. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങിയാണ്ടാണ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ വറ്റും. ഞാനൊരു ഭാഗം മറിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇടയ്ക്ക് തിരിച്ചും മറിച്ച് വിട്ട് വേവിച്ചെടുക്കണം. അടച്ച് വെക്കണുണ്ട്, ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണുണ്ട്. അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഇത് വേണ്ടിയത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇത് വെച്ചുകാണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനൊന്നും പറ്റൂല. ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കുക. ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ആദ്യം വീഡിയോയിൽ ഇട്ടിരുന്നു, അത് കാണാത്തവർ കുറേ പേരുണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബർമാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല എഴുതിയാണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടത്. ഇനി ഒരു ഭാഗം കൂടി വെന്തതിന് ശേഷം കോരി മാറ്റാം. ഞാൻ അടുത്തത് ഈ പാൻ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു പാൻ മാത്രം മതി. ഇപ്പം ഞാൻ അത് കോരി മാറ്റിയതിൻ്റെ ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു സവാള ഫുള്ളായിട്ട് വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇതിലേക്ക് ഞാൻ ബട്ടർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇതിൽ ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലേനു ആദ്യം. പൊരിച്ച ബട്ടർ ഉണ്ടെങ്കിൽ അതും ഇതിൽ നിന്ന് കളയേണ്ട ആവശ്യമില്ല, ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടണം. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 10 കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഈ കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി വഴണ്ട് വരട്ടെ, എന്നിട്ട് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം.
ഇനി ഇതൊന്ന് നന്നായി വഴറ്റി വരട്ടെ. ആ സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് കാണ്ട് വഴറ്റിയെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നന്നായി വഴറ്റി കിട്ടിയാൽ മതി. 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടില്ല ഇതിനല്ലോ, ആ ഉപ്പും ചേർത്ത് കൊടുത്തു. ഇപ്പം ഈ മസാലൻ്റെ പച്ചമണമൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞാൻ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്ത്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്തതിൻ്റെ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കാണ്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷമാണ് ബാക്കി പരിപാടി. ഇപ്പോൾ നന്നായി ആയിട്ടുണ്ട്. ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. തണുത്തതിൻ്റെ ശേഷമാണ് അടിച്ചെടുക്കാൻ. ആ സമയത്ത് ഞാൻ പൊറോട്ട ചുട്ടെടുക്കുകയാണ്. ആ ഒരു പാൻ വെച്ചതിൻ്റെ ശേഷം നെയ്യോ ബട്ടറോ എന്ത് ചേർക്കണമെങ്കിലും ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പാൻ നന്നായി ചൂടായി വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണത് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ കണ്ടോ, ഇത്രേ ഉള്ളൂ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ. അതാ പറഞ്ഞത്, കുഴക്കും വേണ്ട, പരത്തും വേണ്ട, പരത്തി ബുദ്ധിമുട്ടൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഹോട്ടലിലേക്ക് പോണ സമയം കൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം. അത്രക്കും സൂപ്പറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണിത്. ഒരു മുട്ട എടുക്കുകയാണെങ്കിൽ 3 കപ്പ് മൈദ വരെ എടുക്കാം. അതാണ് ഇതിൻ്റെ പാകം. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കും ചെയ്യാം. അത് എഴുതിയിട്ട് പൊറോട്ട നന്നാകും, അതൊന്നും നിൽക്കൂല. നന്നായി സോഫ്റ്റ് വരെ അടിച്ചെടുത്താൽ മതി മിക്സിൻ്റെ ജാറിൽ. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഒരു കപ്പ് മാവ് കൊണ്ട് 12 നൂൽ പൊറോട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 പേർക്കും 3 പേർക്കും ശരിക്കും വയറ് നിറച്ച് കഴിക്കാം. ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് വേവിക്കുകയാണ് വേണ്ടിയത്. പല രീതിയിലും പൊറോട്ട ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചതാണ്. ഇത് ഞാൻ പെട്ടെന്ന് മോള് പൊറോട്ടക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറാണ്. അതിന് കുഴച്ച് വെക്കും വേണ്ട, അധികം മൈദമാവ് ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും. ഇപ്പം ഏത് മോഡലിൽ വേണമെങ്കിലും ചുറ്റിച്ചെടുക്കാം. ഇതിൽ സോഡപ്പൊടിയോ ഒന്നും ചേർക്കണമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതുമാണ്. മുട്ട കുട്ടികൾക്ക് നല്ലതാണല്ലോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്താണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കി നെയ്യ് ചേർത്താലും ബട്ടർ ചേർത്താലൊക്കെ നല്ലതാണ്. നെയ്യൊക്കെ കുട്ടികൾക്ക് ബുദ്ധി വളരാനും ഒക്കെ നല്ലതാണല്ലോ. അത് ചേർത്ത് കൊടുത്താലും മതി. പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും. ഞാൻ പറഞ്ഞില്ല, 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. അത്രക്കും സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇതേ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ടു. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും കൂട്ടുകാരികൾക്കും കുടുംബത്തിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ബോട്ടിലെല്ലാം ഫുള്ളായിട്ട് ചുട്ട് കഴിഞ്ഞു. ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളെ പൊറോട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സോഫ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഒറിജിനൽ പൊറോട്ടയാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ അടിച്ച് പാർന്നു. നേരത്തെ സവാളയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചിനല്ലോ, അത് ഞാൻ തണുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് അടിച്ച് പാർന്നതിൻ്റെ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത്. ബട്ടർ ചിക്കൻ ആണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു തരി പോലും ഉണ്ടാവാതെ അടിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറിൻ്റെ നല്ല ടേസ്റ്റും. ഇത് കസ്തൂരി മേത്തി ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം കൈ കൊണ്ടൊന്ന് അരട്ടി ഇട്ട് കൊടുത്തതാണ്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ്. ബട്ടർ ചിക്കൻ ആകുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മസാലയിൽ കുറച്ച് ഉപ്പ് ചേർത്തിനു, പിന്നെ കമ്മിയുള്ളതാണ് കുറച്ച് ഇട്ട് കൊടുത്തത്. ഈ പൊറോട്ടേൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ബട്ടർ ചിക്കന്.
ഇനി ഒന്നുമില്ലെങ്കിൽ ബട്ടർ ചിക്കൻ വേണം, കറി ഇല്ലാതെ തന്നെ കഴിക്കട്ടോ പൊറോട്ട. പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഫ്രഷ് ക്രീം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇത് കട്ടയായത് ഞാൻ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞു, അപ്പോൾ കട്ടയായതാണ്, പുറത്ത് വെക്കാനും മറന്ന്. അപ്പോൾ ഇതൊന്ന് തള വന്നതിൻ്റെ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ അടിപൊളി ഗ്രേവി റെഡിയാണ്. ഇപ്പോൾ പൊറാട്ടയും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പൊറാട്ടയ്ക്ക് കറി ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ടോ, നല്ല ഇതുപോലെ തന്നെ പിറ്റേ ദിവസം കൂടി നിൽക്കുന്നതാണ്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ.